നമസ്കാരം, എൻ്റെ പേര് പ്രസാദ്. ഞാൻ മാൾട്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഇൻഷുറൻസ് സംബന്ധമായി എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ മുൻപ് എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടായിരുന്നു. അതൊരു പ്രമുഖ കമ്പനിയുടേതായിരുന്നു. അപ്പോൾ അത് 2 വർഷം പുതുക്കി മൂന്നാമത് പുതുക്കേണ്ട സമയമായപ്പോഴാണ് അത് നിർത്തലാക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞതും പിന്നെ നമ്മളത് വേറൊരു സ്കീമിലേക്ക് ചേരേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ഒരു മെയിലയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ ബന്ധപ്പെട്ടവരോട് നമ്മളതിനെ സമീപിച്ചപ്പോഴൊക്കെ കൃത്യമായിട്ടൊരു മറുപടി കിട്ടിയില്ല. പിന്നെ എൻ്റെ സീനിയോറിറ്റീനെ സംബന്ധിച്ചും എനിക്കൊരു ആകുലത ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരമാണ് ഞാൻ സിബി പോൾ സാറിൻ്റെ ഫേസ്ബുക്ക് ആഡ് കാണുന്നതും അദ്ദേഹത്തിനെ ബന്ധപ്പെടുന്നതും. അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ചെയ്ത സർജറീനെ കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു. പിന്നെ അത് മാത്രമല്ല, ബാക്കി സീനിയോറിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ള എൻ്റെ ആശങ്ക ഞാൻ പങ്കുവച്ചു. എല്ലാതും പൂർണ്ണമായും കേട്ടുകൊണ്ടും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്, അതായത് നമുക്ക് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹം അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നമ്മളതിനെ കേൾക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനും, അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ അത് പുതിയ ഇൻഷുറൻസിലേക്ക് ഉൾക്കൊള്ളിക്കുവാനുള്ള കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ട് തന്നെ എനിക്കൊരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അദ്ദേഹം സജസ്റ്റ് ചെയ്തു. ഞാനത് അതിൽ ചേർന്നു. അതിനുശേഷം 2-3 മാസങ്ങൾക്ക് ശേഷം മകൾക്കൊരു ചികിത്സ സംബന്ധമായ ഒരു ആവശ്യം വന്ന് അഡ്മിറ്റ് ആയപ്പോൾ, അതും ഒരു വെള്ളിയാഴ്ച നേരത്തായിരുന്നു അഡ്മിറ്റ് ആയത്. വെള്ളിയാഴ്ച ദിവസം ഭാര്യ എന്തോ പരാക്രമങ്ങൾക്കിടയിൽ ഇൻഷുറൻസിൻ്റെ കാര്യം ഹോസ്പിറ്റലിൽ പറയാൻ വിട്ടുപോയി. പിന്നീട് ഇവിടുന്ന് ഞാൻ അവളെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അത് ഓർത്തതും പറഞ്ഞതും. അന്നേരം വൈകുന്നേരമായിരുന്നു. പിന്നെ സാറ്റർഡേ സൺഡേ ഇൻഷുറൻസ് സെക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് കൃത്യമായിട്ട് തന്നെ സാറിന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവരുടെ ഓഫീസിലുള്ളവരെല്ലാവരും തന്നെ കൃത്യമായിട്ട് ഇടപെട്ട് നിരന്തരമായി വിളിച്ച് പേപ്പർ വർക്കുകളെല്ലാം കൃത്യമായിട്ട് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടും എല്ലാ പേപ്പറുകളും ശരിയാക്കി തിങ്കളാഴ്ച രാവിലെ തന്നെ കാര്യങ്ങളെല്ലാം ശരിയാക്കി ഉച്ചയോടുകൂടി തന്നെ എനിക്കൊരു പാർട്ടി പേയ്മെൻറ്റ് അനുവദിക്കുകയുണ്ടായി. അതിനുശേഷം പിറ്റേ ദിവസം ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ വരെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് പൂർണ്ണമായും 1 രൂപ പോലും എനിക്ക് അടയ്ക്കാൻ നിൽക്കേണ്ടി വന്നില്ല. മൊത്തമായി തന്നെ എനിക്ക് ആ ക്ലെയിം പാസ്സാക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഓൺലൈനിലൊക്കെ നമുക്ക് ഇപ്പോൾ ഇൻഷുറൻസ് ഒരുപാട് ലഭ്യമാണ്. നിസ്സാര പൈസയ്ക്ക് നമുക്ക് ചേരാം. നമുക്ക് ഒരു 10% 15% ചിലപ്പോൾ നമുക്കതിൽ ലാഭം കിട്ടിയിരിക്കാം. പക്ഷെ നമ്മൾ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലാഭമല്ല നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ആരോഗ്യമാണ് പ്രധാനം. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു കാര്യം വരുന്ന സമയത്ത് നമ്മൾക്ക് വിളിക്കുമ്പോൾ ഈ ഓൺലൈൻ റിലേഷൻഷിപ്പ് മാനേജർ അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ ടീമുകളൊന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മറുപടി തരണമെന്നോ സപ്പോർട്ട് ചെയ്യണമെന്നോ ഇല്ല. കാരണം അതൊരു ശൃംഖലയാണ്. കാരണം വിളിച്ചാൽ ചിലപ്പോൾ ലൈൻ ബിസി ആയിരിക്കും. പക്ഷേ ഇവിടെ ചിലപ്പോൾ നമ്മളെല്ലാവരും പൂർണ്ണമായിട്ടും ഈ ഇൻഷുറൻസിനെ സംബന്ധിച്ച് വിവരമുള്ളവരായിരിക്കണം എന്നില്ല. ഹോസ്പിറ്റലുകാർ പറയുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ആ സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടവും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, അത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു പകച്ചു നിൽക്കുന്നൊരു സന്ദർഭം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് പൂർണ്ണമായും സപ്പോർട്ട് തരുന്ന, പൂർണ്ണമായും നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കി നമ്മളെ കൃത്യമായി ഇടപെട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ഒരു ടീം എന്നുള്ള നിലയിൽ ഞാൻ 100% സിബി പോൾ സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് എത്തുന്നവരെ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുത്താതെ, നമ്മുടെ എന്താ പറയുക, ബില്ല് സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു തരത്തിലും ആശങ്കകൾ ഉണ്ടാക്കാത്ത വിധം നമുക്കെല്ലാം ചെയ്തു തന്നു. അതിനുശേഷവും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു, സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അതിൽ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങളോടും അതാണ് പറയാനുള്ളത്. കാരണം ഒരു ചെറിയ ലാഭം നോക്കിയിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഫോളോ അപ്പ് കിട്ടാത്ത ഒരു ടീമിൻ്റെ ഇടയിൽ കൊണ്ട് തലവെച്ച് കൊടുക്കാതെ, ആരോഗ്യമാണ് പ്രധാനം എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ 100% നമ്മളോടൊപ്പം നിന്ന്, നമുക്ക് ഓൺലൈൻ സപ്പോർട്ട് ആയാലും നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് നമ്മളോടൊപ്പം നിന്ന് നമുക്ക് ആ ക്ലെയിം പൂർണ്ണമായി പാസ്സാക്കി തരുന്ന, അല്ലെങ്കിൽ അതിൽ വരുന്ന തടസ്സങ്ങളൊക്കെ നീക്കി തരാൻ 100% കൂടെ നിൽക്കുന്ന
ഒരാളെന്നുള്ള നിലയിൽ ഞാൻ സിബി പോൾ സാറിനോട് ഞാൻ നന്ദിയുള്ളവരാണ്. അത് നിങ്ങളോടും കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. സാധിക്കുമെങ്കിൽ 100% എനിക്ക് പറയാൻ സാധിക്കും. കാരണം അനുഭവസ്ഥനായതുകൊണ്ടും നമ്മളാ കടന്നുപോയ ടെൻഷനുകളൊക്കെ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചതെന്നുള്ളതിൻ്റെ രീതിയിൽ ഏറ്റവും വലിയ സപ്പോർട്ട് കിട്ടിയതുകൊണ്ടും ഞാൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. വേണ്ടപ്പെട്ടവർ അദ്ദേഹത്തിനെ ബന്ധപ്പെടുക. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ. താങ്ക് യു.